ന്യൂസ് 16 കേരള. തെഹ്റാനെ പിടിച്ചിളക്കണമെന്ന് ഇസ്രയേൽ മന്ത്രി. ഏതു ചെറിയ നീക്കത്തിനും കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. തെഹ്റാൻ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച ഇസ്രയേലിന് നേരെ 300 മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിച്ചതിൽ പ്രതികാരം ചെയ്യണമെന്ന് ഇസ്രയേൽ ധനമന്ത്രി. തങ്ങളെ ആക്രമിച്ചതിനേക്കാൾ കടുത്ത രീതിയിൽ ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിടണമെന്ന് തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രയേൽ മന്ത്രി ബെസാലൽ സ്മോട്രിച്ച് ആവശ്യപ്പെട്ടു. തെഹ്റാനെ പിടിച്ചെടുക്കുന്ന ആക്രമണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു സ്മോട്രിച്ച്. അങ്ങനെ ചെയ്താൽ തങ്ങളോട് കളിക്കരുതെന്ന് അവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കുമെന്നും പറഞ്ഞു. ഇറാനെതിരെ അനുപാതികമല്ലാത്ത ആക്രമണത്തിന് ആഹ്വാനം ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ പ്രതികാരം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനെതിരെ ഇസ്രയേൽ നടത്തുന്ന ഏറ്റവും ചെറിയ നീക്കത്തിന് പോലും തങ്ങൾ കനത്ത പ്രഹാരം നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ച തെഹ്റാൻ സമീപം നടന്ന വാർഷിക സൈനിക പരേഡിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സായുധ സേന എന്തിനും സജ്ജമാണെന്ന് ഈ ഓപ്പറേഷൻ തെളിയിച്ചു. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ അപ്രമാദിത്വം തകർന്നു, അദ്ദേഹം പറഞ്ഞു. സത്യസന്ധമായ വാഗ്ദത്തം എന്നാണ് ശനിയാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തെ ഇറാൻ വിശേഷിപ്പിച്ചത്. ഏപ്രിൽ 17 നടന്ന സൈനിക പരേഡിൽ ഇറാനിയൻ സായുധ സേന ഡ്രോണുകളുടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെ നിരവധി സൈനിക ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു. അബാബിൽ, അരാജ്, മുഹാജിർ ഡ്രോണുകളുടെ വിവിധ വെർഷനുകളും മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും S-300 എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റവും പ്രദർശനത്തിനുണ്ടായിരുന്നു. അതേസമയം മുൻവർഷം ചെയ്തതുപോലെ ഇത്തവണ പരേഡിന്റെ ലൈവ് പ്രേക്ഷണം ഉണ്ടായിരുന്നില്ല. കൂടാതെ തലസ്ഥാനമായ തെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള ഹൈവേയിൽ നടക്കാറുള്ള പരേഡ് ഇത്തവണ നഗരത്തിന് വടക്കുള്ള ഒരു സൈനിക ബരാക്കിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനിടെ ചെങ്കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലുകൾക്ക് നാവികസേന കപ്പലുകൾ അകമ്പടി സേവിക്കുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും ഇറാൻ നാവികസേന കമാൻഡർ ഷെഹ്റാം ഇറാനി പ്രഖ്യാപിച്ചു. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്കും തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അകമ്പടി നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു. ചെങ്കടലിൽ നാവിക ദൗത്യം ശക്തമാക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകൾ ആവശ്യമാണെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.